അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ വിവിധ വൈദേശിക ശക്തികളുടെ ഇടപെടലുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചരിത്രപരമായി തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ പല സാമ്രാജ്യങ്ങളും പശ്ചിമേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ കൊളോണിവൽക്കരണത്തിൻ്റെ ശ്രമങ്ങൾ നടത്തിയതായി നമുക്ക് കാണാം. അതിൽ ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ ബ്രിട്ടീഷ്, ഈ സാമ്രാജ്യങ്ങളെല്ലാം അതത് കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള കൊളോണിവൽക്കരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഫ്രാൻസ്, ഇറ്റലി പോലുള്ള രാഷ്ട്രങ്ങളും, അതുപോലെ തന്നെ ഈ വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ അധികവും പിന്നീട് ബ്രിട്ടീഷുകാരും അധിനിവേശം നടത്തിയിട്ടുണ്ട്. 1800കളുടെ തുടക്കത്തിൽ തന്നെ നെപ്പോളിയൻ്റെ ഒരു ഫ്രഞ്ച് അധിനിവേശം നമുക്ക് നോർത്ത് ആഫ്രിക്കയുടെ പ്രധാനമായും ഈജിപ്തിലും നമുക്ക് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കാണാം. പക്ഷെ എന്നാൽ ആധുനികത ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ ഭാഗങ്ങളൊക്കെയും പിടിച്ചെടുക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് അധികാരം ഏറ്റെടുക്കുന്ന സിറിയ അടക്കം ഈജിപ്റ്റ് അടക്കമുള്ള ഭാഗങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരുന്നു. ഉസ്മാനിയ ഖിലാഫത്ത് ഒരു വലിയൊരു അംബ്രല്ല എന്ന നിലയിൽ ഈ ഭാഗങ്ങളിലെല്ലാം അധികാരം വാണിരുന്നെങ്കിൽ പോലും 1800കളുടെ അവസാനത്തോടു കൂടി 1900കളിലും 1920കളോടുകൂടി ഒട്ടുമിക്ക പ്രദേശങ്ങളും അത് വിഘടിക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അത് ട്രീറ്റി ഓഫ് സെവറസും അതുപോലെ ട്രീറ്റി ഓഫ് ലുസാനെ എന്നൊക്കെ അറിയപ്പെടുന്ന സെവറസ് സന്ധിയും ലുസാനെ സന്ധിയൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായി ഒട്ടുമിക്ക പ്രദേശങ്ങളെല്ലാം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും അവിടെ പ്രത്യേകിച്ച് ഫലസ്തീൻ, ലെബനാൻ, ജോർദാൻ, സിറിയ എന്നീ ഭാഗങ്ങളിൽ, അതായത് ഷാം ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് ശക്തമാവുകയും അതെല്ലാം ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യം 1900കളുടെ തുടക്കത്തിൽ തന്നെ വെസ്റ്റ് ഏഷ്യയുടെയും നോർത്ത് ആഫ്രിക്കയുടെയും ഒട്ടുമിക്ക ഭാഗങ്ങളും അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. പിന്നീട് ഒന്നാം ലോക യുദ്ധം ഉണ്ടാകുന്നു. ആ ഒന്നാം ലോക യുദ്ധത്തിൽ ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നടിയുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം ഏകദേശം രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് വരെ 1945 വരെയെങ്കിലും ഒട്ടുമിക്ക ഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാടുകളൊക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് ആ ഭാഗങ്ങളിലെല്ലാം അവർക്ക് വിട്ടൊഴിയേണ്ടി വരുന്നു. ശക്തമായ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ ഈ ഭാഗങ്ങളൊക്കെ സജീവമാവുന്നു. അങ്ങനെ നാഷണലിസ്റ്റ് പ്രസ്ഥാനങ്ങളും റെസിസ്റ്റൻസും, അത് സായുധ റെസിസ്റ്റൻസും റവല്യൂഷണറി മൂവ്മെൻറ്റുകളൊക്കെ സജീവമാവുന്നതിൻ്റെ ഭാഗമായി പലവിധ കാരണങ്ങളായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഏഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, വെസ്റ്റ് ഏഷ്യൻ, അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കൻ ഈ അടക്കമുള്ള ചുറ്റുപാട് ഭാഗങ്ങളിലൊക്കെയും അവർക്ക് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു ചരിത്രവും നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നിലനിൽക്കുന്ന വലിയൊരു ശക്തിയായ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, USA, ഒരു അധികാര ശക്തിയായി ഉയർന്നു വരുന്നത്. USA പലപ്പോഴും ഒരു സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരികയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അത് ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിലാവട്ടെ, അതല്ല അമേരിക്കയുടെ ചുറ്റുപാടുമുള്ള ബാക്കിയുള്ള കോണ്ടിനെന്റൽ ഭാഗങ്ങളാവട്ടെ, യൂറോപ്പുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളൊക്കെയും സജീവമാക്കുകയും ചെയ്യുന്നത് കാണാം. രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ജപ്പാനിൽ ആണവായുധ വർഷം ഉണ്ടാവുകയും ഒരു ആണവ ശക്തിയായി, ഒരു ആയുധ ശക്തിയായി ഉയർന്നു വരികയും ചെയ്യുന്നതോടുകൂടി അമേരിക്ക ഒരു യൂണിപോളാർ പവറായി, ഒരു ഏകലോക ക്രമത്തിൻ്റെ ഒരു നേതാവായി അമേരിക്ക മാറുന്ന ഒരു ചരിത്രവും കൂടെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മറ്റൊരു റീജിയണൽ വാർ, അതായത് ശീതയുദ്ധം, കോൾഡ് വാർ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു രണ്ട് ബ്ലോക്കുകളുടെ ഒരു യുദ്ധ രാഷ്ട്രീയ ചരിത്രം തുടക്കമിടുന്നത്. 1917 തന്നെ രൂപപ്പെടുന്ന, പിന്നീട് ബോൾഷെവിക് വിപ്ലവത്തിലൂടെ ശക്തമാവുന്ന USSRും അതിനെതിരെ
ഒരു ക്യാപിറ്റലിസ്റ്റ് ശക്തി എന്ന നിലയിൽ അറിയപ്പെടുന്ന അമേരിക്കയും തമ്മിൽ നടന്ന നീണ്ട കാലത്തെ ശീതയുദ്ധ ആ ഒരു പശ്ചാത്തലം ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളെയും സാരമായി ബാധിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഈ പ്രദേശങ്ങളിൽ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സജീവമാവുകയും അവിടെയെല്ലാം ജനങ്ങൾക്കിടയിൽ ഒരു ആന്റി അമേരിക്കൻ കാഴ്ചപ്പാട് ശക്തമാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതേ സമയം തന്നെ USSR എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ശക്തി ആയതുകൊണ്ട് അമേരിക്ക അവരുടെ ജനങ്ങൾക്കിടയിൽ കൺസർവേറ്റീവ് സൊസൈറ്റിയുടെ ലീഡർഷിപ്പ് എന്ന നിലയിൽ സ്വയം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അറബ് മുസ്ലിം നാടുകളിലെ മതകീയത ഉപയോഗിച്ചുകൊണ്ട് അത് USSRനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ബ്ലോക്കായും ഈ പറയുന്ന അറബ് മുസ്ലിം നാടുകളെയും വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ നാടുകളെയും അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു ചരിത്രവും കൂടി നമുക്കുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് 1945 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാൻ മുജാഹിദുകൾക്ക് അമേരിക്ക ആയുധം നൽകുകയും USSRനെതിരെ പോരാടുവാൻ സഹായിക്കുക പോലും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ ഒരു ജിഹാദി വികാരം ശക്തമാവുകയും അവിടെ ഉസാമ ബിൻ ലാദനെ പോലുള്ള ആൾക്കാരുടെ ഒരു ഫോർമേഷൻ പോലും ഈ USSRനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. അതായത് പിൽക്കാലത്ത് അമേരിക്ക തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ തന്നെ അമേരിക്കയ്ക്ക് വിരുദ്ധമായി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം പോലും ഉണ്ടാവുന്നത് ഈ USSRന്റെ എതിരെയുള്ള ശീതയുദ്ധകാലത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അൽ ഖൈദ എന്ന് പറയുന്ന പാർട്ടിയോ മറ്റുള്ളതിനെ കുറിച്ചുള്ള രൂപീകരണത്തെ കുറിച്ചല്ല. അത് സ്വതന്ത്രമായി രൂപപ്പെട്ടതാണെന്നും അമേരിക്കയുടെ കയ്യില്ല എന്ന് പറയുന്ന ഒരു ആന്റി ടെറർ വാറിന്റെ അമേരിക്കയുടെ ഒരു നെറേറ്റീവിനെ അല്ല ഞാനിവിടെ വിശദീകരിക്കുന്നത്. അതിന് പകരം എങ്ങനെയാണോ അവർ റിലീജിയസിറ്റിയെ USSRനെതിരെ ഉപയോഗിച്ചത്, അത് ഏറ്റെടുത്ത ആൾക്കാർ തന്നെ അവരെ തന്നെ പിന്നീട് മറ്റു പല റീജിയണൽ കോൺഫ്ലിക്റ്റുകളെയും ഉപയോഗിക്കുന്ന തരത്തിലേക്കും താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലേക്കും അമേരിക്ക മാറുന്ന ചരിത്രവും കൂടി നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു പശ്ചാത്തലവും നമുക്ക് കാണാം. അതൊരു USSRനെ തകർക്കുവാൻ വേണ്ടി മുസ്ലിങ്ങളെ തന്നെ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ കമാലിസ്റ്റ് ഒരു വിഭാഗം, അതായത് തുർക്കി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെസ്റ്റ് ഏഷ്യൻ ശക്തിയെ അമേരിക്ക കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന ഒരു പ്രതലത്തിൽ ഭൂമികയിൽ ശക്തമായി ഉപയോഗിച്ചത് പോലും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ സെക്യുലറിസ്റ്റുകളായ കമാലിസ്റ്റുകൾ അവരുടെ തുർക്കിയിൽ സ്വതന്ത്രമായ ഒരു തുർക്കിഷ് ഇസ്ലാം പോലും രൂപീകരിക്കുന്ന ചരിത്രമുണ്ട്. ആ തുർക്കിഷ് ഇസ്ലാം രൂപീകരിക്കുന്നതിന്റെ പ്രധാന ഡയമെൻഷൻ പോലും അത് കമ്മ്യൂണിസ്റ്റ് ചിന്തയ്ക്കെതിരെയായി മാറുക എന്നതും കൂടെ ആയിരുന്നു. തുർക്കിക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. കാരണം അന്ന് തുർക്കി സ്റ്റേറ്റിനെതിരെ ഏറ്റവും കൂടുതൽ ആയുധമെടുത്തിരുന്നത് PKKയുടെയും അതിനു മുമ്പ് ഈ കുർദിഷ് നാഷണലിസ്റ്റ് വിഭാഗത്തിൽ നിന്നായിരുന്നു. അധിക കുർദിഷ് നാഷണലിസ്റ്റുകളും സോഷ്യലിസ്റ്റ്, മാവോയിസ്റ്റ്, മാർക്സിസ്റ്റ് വിഭാഗക്കാരായിരുന്നു. അവരെ ചെറുക്കുന്നതിനും, അതായത് കുർദിഷ് നാഷണലിസത്തെ ചെറുക്കുക, കമ്മ്യൂണിസ്റ്റ് വ്യാപനത്തെ ചെറുക്കുക എന്ന ഒരു മാനത്തിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ തുർക്കി USSRന്റെ വിരുദ്ധമായ ഒരു പൊസിഷൻ സ്വീകരിച്ചതും നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ വാറിന്റെ ഭാഗമായി അമേരിക്ക ഈ നാടുകളെ, ഇവിടുത്തെ ഒരു റിലീജിയോസിറ്റിയെ, അവിടുത്തെ കൾച്ചറിനെ, അവിടുത്തെ കൺസർവേറ്റീവ്സത്തെ ശക്തമായി ഉപയോഗിച്ച ഒരു ചരിത്രവും നമുക്ക് 1945 ശേഷം കാണുവാൻ കഴിയും. ഈ ഒരു ഇമേജ് പലതരത്തിൽ, അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവരുടെ സെക്യൂരിറ്റി സംരക്ഷിക്കുന്ന, അമേരിക്കയുടെ താല്പര്യങ്ങളെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു ഫോറിൻ പോളിസി നയങ്ങളാണ് അമേരിക്ക വിവിധ കാലഘട്ടങ്ങളിലൂടെ രൂപീകരിച്ചത് എന്നതാണ് ഈ ആമുഖത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒന്നാം ലോക യുദ്ധവും കഴിഞ്ഞ് രണ്ടാം ലോക യുദ്ധത്തിലേക്ക് ശേഷം അമേരിക്ക അതുവരെ പ്രധാനമായും ഒരു സ്റ്റേറ്റ് ഇന്റർഫിയറൻസ് മിലിറ്ററി ആയിട്ടോ മറ്റു പലതായിട്ടോ അങ്ങനെ ധൈര്യം കാണിച്ചിരുന്നില്ല. പൊതുവെ അവർ മാറി നിൽക്കുന്ന ഐസൊലേഷൻ പോളിസി, അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന മൊൺറോ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു തിയറിയാണ് ഐസൊലേഷൻ പോളിസി.
അത് ഉപേക്ഷിക്കുകയും നേരിട്ട് തന്നെ 45കൾക്ക് ശേഷം നേരിട്ട് തന്നെ ഇന്റർനാഷണൽ അഫയേഴ്സിലും പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ രാഷ്ട്രങ്ങളിലും പ്രദേശങ്ങളിലും നേരിട്ടിടപെടുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നതും നമുക്ക് കാണാം. അതിന് ഏറ്റവും കൂടുതൽ ഒരു വലിയ ശക്തിയായി മാറുന്നത് ഈ ഭാഗങ്ങളിൽ 40കൾക്ക് ശേഷം വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ ജിയോ പൊളിറ്റിക്സ് ആണ്. അതായത് അവിടെ എണ്ണ സമ്പത്ത്, നാച്ചുറൽ റിസോഴ്സ് കണ്ടെത്തുന്നു. അതോടുകൂടി അത് ഒരു അവരുടെ അമേരിക്കയുടെ തന്നെ വ്യാവസായിക വളർച്ചയ്ക്കും അവരുടെ ഒരു റീജിയണൽ ഡൊമിനൻസിനും ഒരു പ്രാദേശിക മേധാവിത്വത്തിനും ഓയിൽ അത്യാവശ്യമാണെന്നും പൊളിറ്റിക്കൽ എക്കണോമി, അതായത് സാമ്പത്തികമായ ഇടപെടലുകളുടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു താല്പര്യം അത് ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ മിനറൽ റിസോഴ്സുമായും ഗ്യാസ് അതുപോലെ തന്നെ എണ്ണയുമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തോടാണ് US ചേർത്ത് വെച്ചത്. 2000 നൂറ്റാണ്ടിൽ തന്നെയും പല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതായി നമുക്ക് കാണാം. 1918 ബ്രിട്ടീഷുകാർ ഈ ബാഗ്ദാദ് അടക്കമുള്ള ചുറ്റുഭാഗങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 45 ഉള്ളിലാണ്, അതായത് 1950കൾക്കുള്ളിൽ ബ്രിട്ടീഷുകാരായിരുന്നല്ലോ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഈ ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നാച്ചുറൽ റീജിയണൽ റിസോഴ്സിനെ അന്വേഷിച്ചുകൊണ്ട് അവരവരുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. 1960കളിലും 70കളിലും US വീണ്ടും ഒരു പ്രാദേശിക ശക്തിയായി മാറുകയും പേർഷ്യൻ ഗൾഫ് അഥവാ അറേബ്യൻ ഗൾഫ് ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പകരം ഇവർ സ്വതന്ത്രമായ ഒരു ഇമ്പീരിയലിസ്റ്റ് നീക്കം നടത്തുന്നത് നമുക്ക് കാണാം. 50കളിലും 60കളിലും ആ ഒരു കാലഘട്ടങ്ങളിൽ US ഒഫീഷ്യലുകൾ അറബ് നാഷണലിസ്റ്റുകളുടെ കൂടെ കൂടുകയും അതിൻ്റെ കൂടെ തന്നെ അവരുടെ അറബൻ നാഷണലിസത്തിന്റെ ഇളക്കങ്ങളെല്ലാം ഇവരുടെ ഓയിൽ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വരാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു ചരിത്രമുണ്ട്. അതായത് ഈ നാഷണലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരുടെ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുകയും ഓരോ നാടുകളും സ്റ്റേറ്റായി ഭരണകൂടങ്ങളായി മാറുമ്പോഴും ഓയിൽ അവിടെ നാഷണലൈസേഷൻ സംഭവിക്കുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ഒരു ജാഗ്രത പുലർത്തിയ ചരിത്രം നമുക്ക് ഓയിലിന്റെ വിഷയത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നിക്സന്റെ കാലഘട്ടത്തിൽ 1960കളുടെ അവസാന ഘട്ടത്തിൽ കൂടുതൽ ആ ഭാഗങ്ങളിലൂടെ ഭരണകൂടങ്ങളുമായി, അതായത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ ഭരണകൂടങ്ങളോട് സാമ്പത്തികമായും അതുപോലെ തന്നെ സായുധപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുകയും ഈ ഭരണകൂടങ്ങളെ തങ്ങളുടെ താല്പര്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ 1960കളിൽ അമേരിക്കൻ പ്രസിഡന്റ് നിക്സന് കഴിയുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ 70കളുടെ പശ്ചാത്തലത്തോടു കൂടി അമേരിക്ക ആ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികളെ, സൗദി അറേബ്യയെയും ഇറാനിനെയും ഒന്നിച്ച് വിളിച്ചുകൊണ്ട് രണ്ടുപേരെയും രണ്ട് കണ്ടെയ്ൻമെന്റ് പോളിസി എന്ന നിലയിൽ മാറ്റിവെക്കുകയും രണ്ടുപേരെയും പരസ്പരത്തിൽ ഒരു സെക്ടേറിയൻ ഡയമെൻഷനിലൂടെ, റീജിയണൽ കോൺഫ്ലിക്റ്റുകളിലൂടെ, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റുകളിലൂടെ, അങ്ങനെ പലതരം മാനങ്ങളിലൂടെ രണ്ട് ശക്തികളെയും പരസ്പരം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാത്സര്യ ബുദ്ധിയായി അവരെ നിയന്ത്രിക്കുന്ന ഒരു ചരിത്രം പോലും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാം. അങ്ങനെ ആ ഒരു ഇറാനിനെ തകർക്കുക, കാരണം ഇറാൻ എന്ന് പറയുന്നത് 1979 ഇസ്ലാമിക് റെവല്യൂഷൻ ഉണ്ടാവുന്നതോടുകൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിരുദ്ധമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പേർഷ്യൻ ഗൾഫ് ഭാഗങ്ങളിൽ ശക്തമാവുന്നു. അപ്പോൾ ആ ഇറാനെ തകർക്കുവാൻ വേണ്ടി ഇറാഖിനെ ഉപയോഗിച്ചുകൊണ്ട് 8 വർഷത്തെ യുദ്ധം അമേരിക്ക സമ്പത്തും ആയുധവും നൽകിക്കൊണ്ട് നടത്തുന്നുണ്ട്. എന്നാൽ അത് പരാജയപ്പെടുന്നത് കാണാം. അതിനുശേഷം സൗദി അറേബ്യയെ ഈ ഒരു ഡിവൈഡ് ആൻഡ് പോളിസി ഉപയോഗിച്ചുകൊണ്ട്, സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ഒരു യുദ്ധമുഖം തീർക്കുന്നതും, അതായത് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് തീർക്കുന്നത് നമുക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അതിനുശേഷമാണ് ഇപ്പോഴും പോലും, ഇപ്പം ഡൊണാൾഡ് ട്രംപിന്റെ കാലത്താണെങ്കിൽ പോലും ഇറാനെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട്, എനിമി എന്ന നിലയിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോൾ മാറുന്നതും ഈ ഒരു അവരുടെ പ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇത് കാർട്ടർ ഡോക്ട്രിൻ എന്ന പേരിൽ ജിമ്മി കാർട്ടറിന്റെ പ്രധാനപ്പെട്ട ഒരു നയം
1980-കളിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കയുടെ തീരുമാനം എന്താന്ന് വെച്ചാൽ ഒരു തരത്തിലുമുള്ള എക്സ്റ്റേണൽ പുറത്തുനിന്നുള്ള ഒരു ശക്തിക്കും പേർഷ്യൻ ഗൾഫിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ശക്തി ചെലുത്തുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ പോലും തടുക്കുകയും തുരത്തുകയും ചെയ്യുമെന്നായിരുന്നു കാർട്ടർ പ്രഖ്യാപിച്ചത്. അതായത് GCC അല്ലെങ്കിൽ ഇന്നത്തെ GCCയും പേർഷ്യൻ ഗൾഫും വെസ്റ്റ് ഏഷ്യയും അടക്കമുള്ള ഈ പ്രവിശാലമായ ലോകത്ത് അവരുടേതല്ലാത്ത, അതായത് അമേരിക്കയുടെ അല്ലാത്ത മറ്റൊരു ശക്തിക്ക് ഇടപെടാനുള്ള ഒരു റോളും അവർ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല എന്നാണ് ഈ കാർട്ടർ 80-കളിൽ തന്നെ പ്രഖ്യാപിച്ചത്. അത് അവർ ഇന്നും അമേരിക്ക അവരുടെ ഒരു പ്രഖ്യാപിത നയമായി കൊണ്ട് നടത്തുന്നത് കാണാം. ഈ ഒരു ഘട്ടം 1940-കൾക്ക് ശേഷമാണല്ലോ, അതായത് 48-ലാണല്ലോ ഇസ്രായേൽ സ്റ്റേറ്റ് സ്ഥാപിക്കപ്പെടുന്നത്. ഈ സ്റ്റേറ്റ് സ്ഥാപനം യഥാർത്ഥത്തിൽ മുഴുവൻ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെ വലിയ സാരമായി ബാധിച്ച ഒരു വിഷയമാണ്. അമേരിക്കയ്ക്ക് ഇസ്രായേൽ എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ അവർക്ക് ആ ഭാഗത്തുള്ള താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ആ ഭാഗങ്ങളിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സംഭവിച്ചാൽ അതിനെ തടുക്കാനും ചെറുക്കാനും പറ്റുന്ന ഒരു ശക്തിയുടെ സാന്നിധ്യം വേണം എന്നതാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പാർട്ണർഷിപ്പിന്റെ പ്രധാന ഒരു മാനം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ഇസ്രായേലിനെ ഉണ്ടാക്കുന്നതെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തകർന്നതിന് ശേഷം ഇസ്രായേലിനെ നിലനിർത്തുന്നത് അമേരിക്ക ഏറ്റെടുത്തതായി പോലും നമുക്ക് കാണാം. അത് ഒരു തരത്തിൽ അമേരിക്ക ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അതൊരു ക്രിസ്ത്യൻ സയോണിസത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടതായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് ആവട്ടെ റിപ്പബ്ലിക്കൻ പാർട്ടികളാവട്ടെ, ഈ രണ്ട് പാർട്ടികളിലും പ്രധാനമായും കൺസർവേറ്റീവ് കാഴ്ചപ്പാടുള്ള ക്രിസ്തീയ വിഭാഗക്കാരാണ് സജീവമായി ഈ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് അമേരിക്കൻ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക കൺസർവേറ്റീവ് ഒരു സൊസൈറ്റി ആണെന്നുള്ളതാണ്. ഒരു കാത്തലിക്സ് ആവട്ടെ ഓർത്തഡോക്സ് ആവട്ടെ ഏത് വിഭാഗമാണെങ്കിലും ഹൈലി റിലീജിയസ് ആയ കൺസർവേറ്റീവ് ഒരു വിഭാഗമാണ് അമേരിക്കയുടെ ഉള്ളിൽ നിൽക്കുന്ന സൊസൈറ്റി. അവർക്കിടയിൽ തന്നെ ഒരു ക്രിസ്ത്യൻ സയോണിസം രൂപപ്പെടുന്നു. അതായത് യേശു ക്രിസ്തുവിന്റെ തിരിച്ചുവരവിന് ഇസ്രായേൽ സമൂഹം ആവശ്യമാണെന്ന് പറയുന്ന ആ യേശു ക്രിസ്തുവിന്റെ ഒരു അന്തിമ വിജയത്തിന് ഇസ്രായേൽ സമൂഹം ആവശ്യമാണെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ള വിഭാഗമാണ് ക്രിസ്ത്യൻ സയോണിസം. അതിൻ്റെ ഒരു ഭാഗവും കൂടി നമുക്ക് US-ന്റെ രാഷ്ട്രീയത്തിൽ കാണുവാൻ കഴിയും. നിരവധി പഠനങ്ങൾ ആ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റീഗന്റെ കാലത്താണെങ്കിലും ബുഷ് സീനിയറിന്റെ കാലത്താണെങ്കിൽ പോലും ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് എന്ന നിലയിലാണ് അവർ കണ്ടത്. ഈ PLO ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഉണ്ടാവുന്നുണ്ട്. അതായത് ഫുട്ബോൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലൊക്കെയും അമേരിക്ക ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു സഹായിയായി മാറുന്നതും നമുക്ക് കാണുവാൻ കഴിയും. 1950-കളിലാവട്ടെ 60-കളിലാവട്ടെ ഇസ്രായേലി US ബന്ധം ഒരു ഡിപ്ലോമസി എന്ന നിലയിലായിരുന്നുവെങ്കിൽ പിന്നീട് 67-ലും അതായത് അറബ് ഇസ്രായേൽ വാറുകളുടെ പശ്ചാത്തലത്തിൽ 73 വരെ US ഇസ്രായേൽ ബന്ധം ഡിപ്ലോമസിയിലും ബാക്കിയുള്ള കാര്യങ്ങളും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒരു വെപ്പൺ ഉപയോഗിക്കുന്ന സായുധപരമായ സഹായങ്ങൾ നമുക്ക് അക്കാലത്ത് നേരിട്ട് പ്രത്യക്ഷമായിരുന്നില്ല. എന്നാൽ 1973-ൽ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചെങ്കിൽ പോലും ഈജിപ്തിന് ധാരാളം നാശമുണ്ടാവുന്നതോട് കൂടിയിട്ടാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വരുന്നത്. അതായത് അമേരിക്കൻ ഇസ്രായേൽ ബന്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ അല്ലാത്ത മറ്റുള്ള വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ എനിമിയാക്കുന്നു എന്നതാണ്, ഒരു ശത്രുവായി ഒരു പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതോടുകൂടി തന്നെ ഈ മറ്റുള്ള ചുറ്റുപാടുമുള്ള വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ തങ്ങളോടുകൂടി ചേർത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ USSRന്റെ ഒരു പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു വില്ലനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അതായത് റെഡ് എനിമിയായി മാറിക്കൊണ്ട്
അതിനെ ആ ഒരു തരത്തിൽ അറബ് മുസ്ലിം നാടുകളിലെ റിലീജിയസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരെ തങ്ങളുടെ ഭാഗത്തേക്ക് ചേർക്കുന്ന ഒരു സമീപനം ഇവർ കൈക്കൊണ്ടതും നമുക്ക് കാണാം. ഇങ്ങനെ ഇസ്രായേലിനോട് കൂടി ചേർന്ന് നിൽക്കുന്നതിന്റെ പേരിൽ അമേരിക്കയ്ക്ക് ലഭിക്കുന്ന ഒരുപാട് പാഴ്വാക്ക്, അതായത് തെറി വാക്കുകളെ തടുക്കുവാൻ USSRന്റെ മറ പിടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് സാധിച്ചതായി പോലും നമുക്ക് ചരിത്രത്തിൽ കാണുവാം. അതേപോലെ ജിമ്മി കാർട്ടറിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ അറബ് പീസ് മേക്കിങ്ങിന്റെ ഒരു നേതൃത്വത്തിലേക്ക് ഇദ്ദേഹം ഉയർന്നു വരുന്നുണ്ട്. ക്യാമ്പ് ഡേവിഡ് 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ്, അത് ഈജിപ്തിന്റെയും ഇസ്രായേലിനും ഇടയ്ക്ക് ഒരു സമാധാന സന്ധി ഉണ്ടാക്കുക എന്ന പേരിൽ അവരെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മുമ്പിൽ കീഴ്വണങ്ങുന്നതിന് ജിമ്മി കാർട്ടറിന് സാധിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ 1981 മുതൽ 89 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ കോൾഡ് വാറിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന നിലയിൽ ഇസ്രായേലിനെ ഒരു ഡെമോക്രസിയായി ഉയർത്തി നിർത്തുവാൻ റീഗന് കഴിഞ്ഞതായും അല്ലെങ്കിൽ റീഗൻ ശ്രമിച്ചതായി നമുക്ക് കാണാം. പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കാലത്തിൽ 1993 മുതൽ 2001 വരെ കാലഘട്ടത്തിലും ഈ റബിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് സന്ധികൾ തയ്യാറാകുന്നു. അതായത് ജോർഡാൻ അടക്കമുള്ള ഷാം പ്രവിശ്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെ ഇസ്രായേലിന്റെ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഓസ്ലോ അക്കോർഡ്സ് ഒക്കെയും ഈ ഒരു കാലഘട്ടത്തിലാണ്. 93 ഒന്നാമത്തെയും 95 രണ്ടാമത്തെയും ഓസ്ലോ അക്കോർഡ്സ് പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലി സിറിയൻ ചർച്ചകൾ 96 മുതൽ 99 വരെ നടന്ന ഇസ്രായേലി സിറിയൻ ചർച്ചകളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിലാണ്. PLOയെ അവർ കയ്യിൽ നിന്ന് ആയുധം താഴ്വെപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ പേരിലാണ് യാസർ അറഫാത്തിന് നോബൽ പ്രൈസ് പോലും ലഭിക്കുന്നത്. അതുവരെ ഇസ്രായേലി വിരുദ്ധ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ശക്തമായ പോരാട്ടത്തിനും ഉണ്ടായിരുന്ന PLO, ഫത്തഹ് പാർട്ടികളെല്ലാം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യത്തിന് അടിപ്പെടുന്ന ഒരു കഥ പോലും സംഭവിക്കുന്നത് ഈ ഒരു ക്ലിന്റന്റെ, അതായത് ഈ ഒരു 2001 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് പിന്നീടും സംഭവിക്കുന്നത്. അതായത് ലിങ്കൺ ജോൺസന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇതേപോലെ തന്നെ നിരവധി ബന്ധങ്ങൾ ഇസ്രായേലുമായി സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഇസ്രായേലുമായിട്ടുള്ള ഈ ബന്ധം ബാക്കിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ്, അത് വിവിധ വിപണികളാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, അത് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിന്റെ പേരിലാണ് 1973 ഓയിൽ എംബാർഗോ ഫൈസൽ രാജാവ് സൗദി അറേബ്യയിൽ പ്രഖ്യാപിക്കുന്നത്. അതായത് ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെതിരെ ഒരു ഓയിൽ ഉപരോധം ചെയ്യുവാൻ ഫൈസൽ രാജാവ് തയ്യാറാവുകയും അതിന്റെ പേരിൽ തന്നെ അദ്ദേഹം വധിക്കപ്പെടുന്നത് പോലും നമുക്ക് പിന്നീട് ചരിത്രത്തിൽ കാണാം. ഇന്ന് ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ തങ്ങളുടെ വരിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ചരിത്രപരമായി തന്നെ ഇസ്രായേലിന് ബില്യൺ 3.8 ബില്യനാണ് 2022 അവർ നൽകിയത്. കഴിഞ്ഞ വർഷം 2024 അമേരിക്ക 20 ബില്യൺ ആണ് അവർ യുദ്ധവും അതുപോലെ തന്നെ ബാക്കിയുള്ള യുദ്ധ സാമഗ്രികളും നൽകുവാൻ വേണ്ടി ഇസ്രായേലിന് തയ്യാറായത്. ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം 12 ബില്യനാണ് പലതരത്തിലുള്ള ആയുധ സമാഹാരങ്ങളും മറ്റും സഹായിക്കുവാൻ വേണ്ടി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നൽകിയത്. അങ്ങനെ ഈ അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ഈ ബന്ധം യഥാർത്ഥത്തിൽ അത് ബാക്കിയുള്ള പ്രദേശങ്ങളിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുവാൻ ഇസ്രായേൽ ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. നോക്കുക, അറബ് സ്പ്രിങ് ആദ്യം സംഭവിക്കുന്ന തുനീഷ്യയ്ക്ക് ശേഷം പിന്നീട് ഈജിപ്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈജിപ്തിൽ എന്ത് സംഭവിക്കുന്നു അത് ഫലസ്തീനിൽ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഫലസ്തീനിൽ എന്താണോ സംഭവിക്കുന്നത് അത് ഈജിപ്തിലും ബാധിക്കുന്നു. അതുകൊണ്ട് ഈജിപ്തിൽ സംഭവിച്ച അറബ് സ്പ്രിങ്ങിന് ശേഷം അവിടെ ഇഖ്വാൻ മുസ്ലിമുൻ അധികാരത്തിലേറുന്നു. ആ ഇഖ്വാൻ മുസ്ലിമുൻ ആദ്യം ചെയ്തത് ഫലസ്തീനുമായിട്ടുള്ള ബന്ധം പുതുക്കലും അവർക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളും ചെയ്യുകയായിരുന്നു. എന്നാൽ 1.5 വർഷം കൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലിന്റെയും സഹായത്തോടു കൂടി തന്നെ അവിടെ കൗണ്ടർ റെവല്യൂഷൻ ഉണ്ടാവുകയും ഇഖ്വാൻ മുസ്ലിമൂൻ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും അവരെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കുകയും ബാൻ ചെയ്യുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു അനക്കങ്ങൾ പോലും
വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ അമേരിക്ക സമ്മതിക്കില്ല എന്നതാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു വിഷയം. ഡൊണാൾഡ് ട്രംപിന്റെ പോളിസി പോലും അതിന്റെ ഭാഗമാണ്. ഡൊണാൾഡ് ട്രംപിന് മുമ്പുണ്ടായിരുന്ന ഒബാമ അഡ്മിനിസ്ട്രേഷനും, അതായത് ഒബാമയാവട്ടെ ബൈഡൻ ആവട്ടെ, അവരൊക്കെയും പരമാവധി ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഒരു പുതിയൊരു ഇമേജ് ഉണ്ടാക്കുവാനും അറബ് മുസ്ലിം നാടുകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് തനിക്കുള്ളതെന്ന് ഒബാമ നന്നായി ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമുക്ക് കാണാം. അൽ അസർ യൂണിവേഴ്സിറ്റി പോവുകയും അവിടെ പ്രസംഗിക്കുകയും അത് വലിയ ഒരു വിപ്ലവമായി, ഒരു ചേഞ്ച് എന്ന് പറയുന്ന മുദ്രാവാക്യം തന്നെയാണ് ഒബാമ കൊണ്ടുവന്നത്. എന്നാൽ എല്ലാ പ്രസിഡന്റുമാരെ പോലെ തന്നെ ഒബാമയ്ക്കും അമേരിക്കയുടെ ഫോറിൻ പോളിസിയിൽ പ്രത്യേക മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഇതേ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയത്. ഡൊണാൾഡ് ട്രംപിന് മുമ്പ് ബൈഡനും അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടെടുക്കുകയും എന്നാൽ ആ നിലപാടോടുകൂടി വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഇസ്രായേലിനെ സഹായിക്കുന്നെങ്കിൽ പോലും ഇസ്രായേൽ അതിക്രൂരമായി ഫലസ്തീൻ ഭാഗത്തെയും ലെബനാൻ ഭാഗത്തേക്കും അറ്റാക്ക് നടത്തുന്നതോടുകൂടി അത് ബൈഡന്റെ ഇമേജിന് ശക്തമായി ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുന്നതായും നമുക്ക് കാണാം. ഇതിനെതിരെയാണ് ഈ ഒരു കാഴ്ചപ്പാടിനെതിരെ ആഭ്യന്തര മേഖലയിൽ അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലഘട്ടത്തിൽ അയാൾ ആദ്യം പ്രഖ്യാപിച്ചത് എല്ലാ സൈന്യത്തെയും തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു. തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അതായത് ഒരു ദേശീയവാദ പ്രവണതയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ശക്തി നൽകി, ഒരു വൈറ്റ് സുപ്രീമസിക്കും ശക്തി നൽകി. ഇതിന്റെ ഭാഗമായി പിന്നീട് വന്ന ബൈഡനോട് ശക്തമായ വിരുദ്ധത ഉണ്ടാവുകയും ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ, അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന, അമേരിക്കയ്ക്ക് പ്രശ്നം വരാത്ത തരത്തിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മാഗ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെയും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു. ബൈഡനോട് ജനങ്ങൾ എതിർ നിൽക്കാൻ പോലും ഇത് തന്നെയായിരുന്നു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിൽ ബൈഡന്റെ മറ്റൊരു നിലപാടായിരുന്നു ഈ ഇറാനുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് മുന്നോട്ട് വരിക എന്ന് പറയുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും തന്നെ ചെയ്തത് ബൈഡൻ ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നതായിരുന്നു പ്രധാനമായും തന്നെ ആദ്യം ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ മുൻകാല രാഷ്ട്രപതിമാരെ പോലെ, പ്രസിഡന്റുമാരെ പോലെ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുക, അതുപോലെ തന്നെ ജെറൂസലേമിലേക്ക് US എംബസി മാറ്റുക, അതിനെ ക്യാപിറ്റലായി പ്രഖ്യാപിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഇറാനെ വീണ്ടും പ്രതിസ്ഥാനം നിർത്തുകയും ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോവുക, അതിൻ്റെ കൂടെ തന്നെ ഇസ്രായേലിൻ്റെ സിറിയയുടെ ഗൂലാൻ ഹൈറ്റ്സിലുള്ള അവരുടെ അധിനിവേശത്തെ അംഗീകരിച്ച് നൽകുക, അതിൻ്റെ കൂടെ 2017-20 വരെ നീണ്ടുനിന്ന ആ ഒരു കാലഘട്ടത്തിൽ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു പുതിയ സന്ധി ചുട്ടെടുക്കുകയും അത് UAE, ബഹ്റൈൻ, ഒമാൻ അടക്കമുള്ള, പിന്നീട് സുഡാൻ അടക്കമുള്ള, അവസാനം സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ തങ്ങളുടെ താല്പര്യത്തിലേക്ക് കൊണ്ടുവരുവാനും ഇവരെയൊക്കെയും ഇസ്രായേലിനുമായി നോർമലൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുവാനും പോലും ഈ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞു എന്നതാണ്. ബൈഡൻ യഥാർത്ഥത്തിൽ ഈ അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ പ്രോസസ്സ് കൂടുതൽ വിശാലമാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് പിന്നീട് ഒക്ടോബർ 7 സംഭവിക്കുന്നതോടുകൂടി, അതായത് 2023 ഒക്ടോബർ 7 തുഫാനുൽ അഖ്സ സംഭവിക്കുന്നതോടുകൂടി സൗദി അറേബ്യയെ തങ്ങളുടെ നോർമലൈസേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയെയും ബാക്കിയുള്ള രാഷ്ട്രങ്ങളെയും സിറിയ അടക്കമുള്ള പുതിയ ഒരു ഭരണ സംവിധാനം രൂപപ്പെട്ട ആ നാടിനെ പോലും ഇസ്രായേലുമായിട്ടുള്ള ഒരു നോർമലൈസേഷൻ പ്രോസസ്സിലേക്ക് സമ്മതിപ്പിക്കുന്ന ഒരു സമ്മർദ്ദം ചെലുത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ GCCയിൽ നടത്തുന്ന 4 ദിവസത്തെ വിസിറ്റിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അഹമ്മദ് ഷറയോട്, അതായത് പുതിയ സിറിയൻ പ്രസിഡന്റായ അഹമ്മദ് ഷറയ അല്ലെങ്കിൽ ജൂലാനിയോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് പതിറ്റാണ്ടുകളായി സിറിയയ്ക്ക് മേൽ നടത്തിയിരുന്ന എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങൾ നീക്കാം, പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള
ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷന് സമ്മതിക്കണം, വഴങ്ങണം. അതുപോലെ തന്നെ ഫലസ്തീനികളെ സഹായിക്കുന്നത് നിർത്തണം. അതുപോലെ തന്നെ അവിടെ ഈ ജൂലാനിയുടെ കീഴിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പോരാളികളെ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ചില താല്പര്യങ്ങൾ, നിബന്ധനകളാണ് ജൂലാനിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു പുതിയൊരു രാഷ്ട്രം കയ്യിൽ വന്ന ജൂലാനി ആ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ അധികാരത്തെയും അയാളുടെ ഇപ്പോൾ നിൽക്കുന്ന ഭദ്രത നിലനിർത്തുവാൻ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ചില ന്യൂസുകളുടെ അടിസ്ഥാന പ്രകാരം ജൂലാനിയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ പോലും നടക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ. എന്നാണെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു കാഴ്ചപ്പാട് ജൂലാനി സ്വീകരിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ തുർക്കിയുമായി വലിയൊരു പുതിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് സിറിയ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. കാരണം തുർക്കിയാണല്ലോ ജൂലാനിയെ സഹായിച്ചതും അവിടെ ഒരു അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ മുന്നിൽ നിന്നത്, പിന്നിൽ നിന്നതും തുർക്കി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജൂലാനി ഇസ്രായേലുമായി ഒരു സന്ധി സംഭാഷണം തയ്യാറാവുകയും നോർമലൈസേഷന് തയ്യാറാവുകയാണെങ്കിൽ അത് തുർക്കിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് അത് തന്നെയായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ജൂലാനിയുടെ പ്രധാനപ്പെട്ട സഹായിയായ തുർക്കിയെയും ബാക്കിയുള്ള ഖത്തറടക്കമുള്ള അല്ലെങ്കിൽ ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളെ തമ്മിൽ പിണക്കുക എന്നത് പോലും ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പുതിയ വിസിറ്റിന്റെ പിന്നിലുണ്ട് എന്ന് പ്രധാനമായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് അവസാനം നടത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിലെല്ലാം ഇറാൻ വിരുദ്ധത വീണ്ടും എടുത്തു പറയുക, ആ ഒരു പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കാണാം. അതായത് GCC നാടുകളിൽ ആദ്യം സൗദി അറേബ്യയും പിന്നീട് ഖത്തറും അതിൻ്റെ കൂടെ തന്നെ അഹ്മദ് ഷറയെയും എർദുഗാനുമായി ഫോൺ വഴി കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് UAE പോകുന്നു. ഈ നാടുകളെല്ലാം, പ്രത്യേകിച്ച് GCC നാടുകൾ ഇറാൻ എതിരെയുള്ള ബ്ലോക്കിലാണല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഉണ്ടാക്കുകയും ഈ പറയുന്ന പലതരം പോളിസികളിലൂടെ ഇറാനെതിരെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദ ശക്തി രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതും കൂടാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ചില ചർച്ചകൾ പോലും നടക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി തന്നെ ഖത്തറും തുർക്കിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായും ഇറാൻ സൗദി അറേബ്യയുമായിട്ട് പോലും ചില നീക്കുപോക്കുകൾക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു പക്ഷേ പുതിയതായി രൂപപ്പെട്ടു വരുന്ന ഈ ഒരു മാറ്റങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നത് പോലും ഡൊണാൾഡ് ട്രംപിന്റെ ഒരു യാത്രയുടെ പിന്നിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അമേരിക്കയുടെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന അമേരിക്കയുടെ സാമ്പത്തികമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ റീജിയണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുവാൻ വേണ്ടിയും ഇസ്രായേലിനോടുള്ള നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുവാൻ വേണ്ടിയും ഒക്കെയാണ് ഈ ഒരു യാത്രയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ വെസ്റ്റ് ഏഷ്യൻ നാടുകളിൽ കറങ്ങുന്ന ഡൊണാൾഡ് ട്രംപ് പക്ഷേ ഇസ്രായേലിൽ യാത്ര ചെയ്യുന്നില്ല. കാരണം അവസാനം നടത്തിയ ട്രൂസിന്റെ ഭാഗമായി ഇസ്രായേൽ അത് ലംഘിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ പിണങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞ ചില വാർത്തകൾ കാണാം. അത് മാത്രമല്ല, ഹാരറ്റ്സ് അടക്കമുള്ള ഇസ്രായേലിലെ പ്രധാന പത്രങ്ങൾ തന്നെ അമേരിക്കയെ ബിട്രയർ, ചതിയനും വഞ്ചകനുമായി ചിത്രീകരിക്കുന്ന കാഴ്ചപ്പാടുകളിലേക്ക് വളരുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന സൗദിയുമായും മറ്റുള്ള ഭാഗങ്ങളുമായിട്ടുള്ള ഈ നീക്കുപോക്കുകളെല്ലാം അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവർ കാണുന്നു. അതിൻ്റെ കൂടെ അവസാനം ഹമാസിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ഒരു നയതന്ത്ര വിജയം കൂടായിരുന്നു അമേരിക്കൻ ഹോസ്റ്റേജായ, ബന്ദിയായ ഒരാളെ വിട്ടുകൊടുക്കുന്നു. അതോടുകൂടി ഡൊണാൾഡ് ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കൻ പോളിസി ഹമാസിനോട് ചായ്വെന്ന് നിൽക്കുന്നു എന്ന ഒരു തോന്നൽ ഇസ്രായേലിന് പോലും ഉണ്ടാവുന്നതും ഇസ്രായേലുമായി ഒരു റിഫ്റ്റ് ഉണ്ടാവുന്നതും അമേരിക്കയുടെ
ഒരു സഹായം ഞങ്ങൾക്ക് റീജിയണലി ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പോലും ഇവർക്കിടയിൽ സജീവമാവുന്നതും കാണാം. ഈ തരത്തിലുള്ള ഒരു വികാസം ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു യൂണിപോളാർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു മാറ്റം സൃഷ്ടിച്ചതാണ് അറബ് സ്പ്രിങ്ങിന്റെ ഉദയം. അതായത് എല്ലാ രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ജനങ്ങളെല്ലാം അമേരിക്കയുടെ പ്രതാപം അംഗീകരിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ മാറ്റുവാൻ, അതുപോലെ തന്നെ ഒരു മൾട്ടിപോളാർ സിസ്റ്റം ഉണ്ടാക്കുവാനും ഈ അറബ് സ്പ്രിങ്ങിന് സാധിച്ചു. ഇറാനും സൗദി അറേബ്യയും ഖത്തർ, ഏറ്റവും ചെറിയ രാഷ്ട്രങ്ങളിൽ ഒന്നായ ഖത്തറും പിന്നീട് തുർക്കിയുമെല്ലാം റീജിയണിൽ പവർഫുള്ളായ രാഷ്ട്രങ്ങളായി മാറുകയും അവർക്ക് വിവിധ താല്പര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ റഷ്യയും ചൈനയും അടക്കമുള്ള പ്രധാന ശക്തികളും ഈ ഭാഗങ്ങളിൽ അവരുടേതായ ഭാഗധേയം നിർവഹിക്കുന്നതും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഒരു വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂണിപോളാർ സംവിധാനത്തിൽ നിന്ന് മാറി ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഇടപെടലുകളെ കുറയ്ക്കുവാനും കൂടി ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ യാത്രയുടെ ലക്ഷ്യമായി മാറുന്നു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ വാർ ഓൺ ടെറർ. ഇറാഖ് അടക്കമുള്ള നാട്ടുകളിൽ സദ്ദാം ഹുസൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ ടെററിനെതിരെ ഒരു യുദ്ധം എന്ന പേരിൽ സദ്ദാം ഹുസൈൻ തകർക്കുകയും ഇറാഖിനെ തകർക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമോഫോബിയ സജീവമാക്കുവാൻ വേണ്ടി ഹോളിവുഡിൽ ധാരാളം സിനിമകൾ രൂപപ്പെടുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ് എന്ന പേരിൽ അവിടെയുള്ള അധികാരികളെ തൂത്തെറിയുകയും തങ്ങൾക്ക് താല്പര്യമുള്ള ഏകാധിപതികളെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് അമേരിക്കയുടെ ഈ നയങ്ങളിലും കാണുവാൻ കഴിയും. ഇപ്പോൾ ഇങ്ങനെ ഈ നിയമങ്ങളിലൂടെ, ഇവരുടെ ഈ ഒരു നീക്കങ്ങളിലൂടെ അമേരിക്ക പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് അടക്കമുള്ള മറ്റുള്ള ഭാഗങ്ങളിൽ അവരുടെ ഒരു മിലിറ്ററി പ്രസൻസ് ശക്തമാക്കുക. അതുപോലെ തന്നെ ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾ വിഘാതമായി ആരൊക്കെയുണ്ടോ, പ്രധാനമായി ഇറാനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരു ബ്ലോക്കിന്റെ രൂപീകരണം ഉറപ്പുവരുത്തുകയും അത് അങ്ങനെ തന്നെ ശക്തമായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് പോലും ഒരിക്കലും നമ്മൾക്കൊരു പെർമനന്റ് ശത്രുവോ സുഹൃത്തുക്കളോ ഇല്ല എന്നതാണ്. അവർക്ക് ഒരു പെർമനന്റ് ഇൻട്രസ്റ്റ് മാത്രം, എന്നെന്നും നിലനിൽക്കുന്ന താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇസ്രായേലുമായി ഇടഞ്ഞു നിൽക്കുന്നത് പോലും ഈ ഒരു കൺസെപ്റ്റിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നീണ്ട ഒരു ചരിത്രം അമേരിക്കയുടെ പലവിധ കാരണങ്ങളാൽ, അമേരിക്ക ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ തങ്ങളിലേക്ക് ആ ഒരു ഫ്ലോയിൽ യാതൊരു വിഘാതം സൃഷ്ടിക്കാതിരിക്കാൻ അവരുടെ റീജിയണൽ സെക്യൂരിറ്റിയിൽ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഐഡിയോളജിക്കലായോ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രാദേശിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആരൊക്കെയുണ്ടോ അവരെയൊക്കെ കണ്ടെയ്ൻ ചെയ്യുവാൻ, അത് ഇറാൻ ആവട്ടെ തുർക്കി ആവട്ടെ, ഇവരെയൊക്കെയും ശക്തമായും അവരതിന് ഉപയോഗിക്കുന്നു. ഖത്തറിനെതിരെയുള്ള 2017 ആ സമയത്ത് നടന്ന ഉപരോധം പോലും ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ പൂട്ടുക, ഹമാസിനോടും അല്ലെങ്കിൽ ഫലസ്തീനുള്ള വിവിധ സംഘടനകളെ, പോരാള സംഘങ്ങളെ സഹായിക്കുന്ന നിർത്തുക, ഇഖ്വാൻ മുസ്ലിമൂനെയും ഒഴിവാക്കുക, യൂസുൽ കർലാവിനെ പുറത്താക്കുക, അതുപോലെ തന്നെ നിരവധി തുർക്കിയുടെ മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെയുള്ള ഒരുപാട്, അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രാദേശിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഖത്തർ പോകുന്നു എന്നത് കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള മറ്റുള്ള GCC നാടുകൾ ഈ ഖത്തറിനെതിരെ ഉപരോധം പോലും അവർ നടത്തുന്നത്. എന്നാൽ ചെറിയ രാഷ്ട്രമായ ഖത്തറിന്റെ ഒരു വിൽ പവർ കൊണ്ട് തന്നെ ഈ ഉപരോധത്തെ തകർക്കുവാനും ഖത്തറിന്റെ താല്പര്യങ്ങളിലേക്ക് ഈ GCC നാടുകൾക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലനിൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയ ശക്തികൾ ഇപ്പോഴും GCC നാടുകളിലും വെസ്റ്റ് ഏഷ്യയിലും ഉണ്ട് എന്നതാണ്. അമേരിക്കയുടെ താല്പര്യങ്ങളെ ചെറുക്കുവാനും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ത് കുറ്റം ചെയ്താലും ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ജനകീയ മുന്നണി രൂപപ്പെടുത്തുവാനും വലിയൊരു റെസിസ്റ്റൻസ് രൂപപ്പെടുത്തുവാനും വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ രാഷ്ട്രങ്ങൾക്ക് കഴിയുമെന്നാണ്
നമുക്ക് ഈ ഒരു ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.